ഹായ്, കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. ഇതിലൂടെ നമുക്ക് പുതിയ വാക്കുകൾ, പുതിയ പ്രയോഗങ്ങൾ, സെന്റൻസ് സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കാനായിട്ടും സാധിക്കും. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ ഫാർമർ ആൻഡ് ദ ഫോക്സ്. ഫാർമർ എന്നാൽ കർഷകൻ, ഫോക്സ് എന്നാൽ കുറുക്കൻ. ദ ഫാർമർ ആൻഡ് ദ ഫോക്സ്, കർഷകനും കുറുക്കനും. ഇതാണ് കഥയുടെ തലക്കെട്ട്. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. വൺസ് അപ്പോൺ എ ടൈം there lived a farmer named Andrew in a village. വൺസ് അപ്പോൺ എ ടൈം, പണ്ടൊരിക്കൽ. there lived a farmer, അവിടെ there lived, ജീവിച്ചിരുന്നു, എ ഫാർമർ, ഒരു കർഷകൻ. നെയ്മഡ് ആൻഡ്രൂ, നെയ്മഡ് എന്നാൽ പേരുള്ള എന്നുള്ള അർത്ഥമാണ്. നെയ്മഡ് ആൻഡ്രൂ, ആൻഡ്രൂ എന്ന് പേരുള്ള ഒരു കർഷകൻ ജീവിച്ചിരുന്നു. ഇൻ എ വില്ലേജ്, ഒരു ഗ്രാമത്തിൽ. പണ്ടൊരിക്കൽ ആൻഡ്രൂ എന്ന് പേരുള്ള ഒരു കർഷകൻ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു. ഹി വാസ് ആൻ ഓർഡിനറി ഫാർമർ വിത്ത് ഓൺലി 5 acres ഓഫ് ഫാമിംഗ് ലാൻഡ്. ഹി വാസ്, അദ്ദേഹം ആയിരുന്നു. എൻ ഓർഡിനറി, എൻ എന്നാൽ ഒരു, ഓർഡിനറി എന്നാൽ സാധാരണയായ. ഹി വാസ് എൻ ഓർഡിനറി ഫാർമർ, അദ്ദേഹം ഒരു സാധാരണ കർഷകൻ ആയിരുന്നു. വിത്ത് ഓൺലി 5 acres ഓഫ് ഫാമിംഗ് ലാൻഡ്, അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് വെറും 5 ഏക്കർ ഭൂമി, 5 ഏക്കർ കൃഷിയുടെ ഭൂമി മാത്രമായിരുന്നു. ഫാമിംഗ് ലാൻഡ് എന്നാൽ കൃഷിഭൂമി, ഏക്കേഴ്സ്, ഓക്കെ, അത് അളവാണ്. അദ്ദേഹം വെറും 5 ഏക്കർ ഭൂമി മാത്രമുള്ള ഒരു സാധാരണ കർഷകനായിരുന്നു. ഹി വാസ് ഓൾവേസ് ബിസി ഇൻ ദ ഫീൽഡ്സ് ഓൾ ഡേ അലോങ് വിത്ത് ഹിസ് ഹോൾ ഫാമിലി. ഹി വാസ് ഓൾവേസ് ബിസി, ഓൾവേസ് എന്നാൽ എല്ലാ സമയത്തും. ഹി വാസ് ഓൾവേസ് ബിസി, അദ്ദേഹം എല്ലാ സമയത്തും തിരക്കിലായിരുന്നു. ഇൻ ദ ഫീൽഡ്സ്, വയലുകളിൽ. അദ്ദേഹം വയലുകളിൽ ജോലികളിൽ ഏർപ്പെട്ട് അദ്ദേഹം എപ്പോഴും തിരക്കിലായിരുന്നു. അലോങ് വിത്ത് ഹിസ് ഹോൾ ഫാമിലി, അലോങ് എന്നാൽ കൂടെ. അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹവും ഒരുമിച്ചായിരുന്നു ആ വയലുകളിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ സമയത്തും അദ്ദേഹം തിരക്കിലായിരുന്നു. ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ഫാമിംഗ്, കൃഷിത്തൊഴിലിൻ്റെ എല്ലാ പ്രവൃത്തികളും. ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ഫാമിംഗ്, കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവൃത്തികളും. സച്ചാസ് എന്നാൽ പോലാത്ത, ഉദാഹരണമായി, ഇതൊക്കെയാണ് അർത്ഥം. പ്ലോവിങ്, സോവിങ്, ഇറിഗേഷൻ, ഹാർവെസ്റ്റിംഗ്, എറ്റ്സെട്ര. പ്ലോ എന്നാൽ ഉഴുതുമറിക്കുക എന്നുള്ള അർത്ഥമാണ്. പ്ലോവിങ്, ഉഴുതുമറിക്കൽ. സോവിങ് എന്നാൽ വിതയ്ക്കൽ. ഹാർവെസ്റ്റിംഗ്, വിളവെടുക്കൽ. എറ്റ്സെട്ര എന്നാൽ മുതലായവ എന്നുള്ള അർത്ഥമാണ്. മുതലായ ജോലികൾ. ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ഫാമിംഗ്, കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും. സച്ചാസ്, പോലോത്ത, മുമ്പ് പറഞ്ഞിട്ടുള്ള പ്ലോവിങ്, സോവിങ്, ഇറിഗേഷൻ, ഹാർവെസ്റ്റിംഗ്, മറ്റു ജോലികളും എല്ലാം. വേർ ഡൺ ബൈ ഹിസ് ഫാമിലി മെമ്പേഴ്സ്. വേർ ഡൺ എന്നാൽ ചെയ്യപ്പെട്ടിരുന്നത്. മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ജോലികൾ, ഉഴുതുമറിക്കൽ, വിളവെടുക്കൽ, ഇത്തരത്തിലുള്ള ജോലികളെല്ലാം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ബൈ ഹിസ് ഫാമിലി മെമ്പേഴ്സ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാൽ ആണ് ഈ പ്രവൃത്തികളൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു ഈ പറഞ്ഞ ജോലികളൊക്കെ ചെയ്യാറുണ്ടായിരുന്നത് എന്ന് അർത്ഥം. Thus, their joint efforts would produce good crops. Thus എന്നാൽ ഇവിടെ അതുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. Their joint effort എന്നാൽ പരിശ്രമം, efforts, പരിശ്രമങ്ങൾ. ജോയിൻ്റ് എന്നാൽ യോജിച്ചുള്ള എന്നുള്ള അർത്ഥമാണ്. Their joint efforts, അവരുടെ യോജിച്ചുള്ള പ്രയത്നങ്ങൾ, പരിശ്രമങ്ങൾ. വുഡ് പ്രൊഡ്യൂസ് ഗുഡ് ക്രോപ്സ്. പ്രൊഡ്യൂസ് എന്നാൽ ഉൽപ്പാദിപ്പിക്കുക. ഗുഡ് ക്രോപ്സ് എന്നാൽ വിളവ്, ധാന്യങ്ങൾ, ഇതൊക്കെയാണ് അർത്ഥം. ഗുഡ് ക്രോപ്സ്, നല്ല ധാന്യങ്ങൾ. അവരുടെ യോജിച്ചുള്ള കഠിന പ്രയത്നങ്ങൾ നല്ല വിത്തുകൾ, നല്ല ധാന്യങ്ങൾ
ഉൽപ്പാദിപ്പിച്ചു. There was a small piece of land near their house. There was ഉണ്ടായിരുന്നു a small piece of land. സ്മോൾ പീസ് ഓഫ് ലാൻഡ് എന്നാൽ ചെറിയ അളവിലുള്ള ഭൂമി എന്നുള്ള അർത്ഥമാണ്. നിയർ ദെയർ ഹൗസ് അവരുടെ വീടിന് അടുത്ത്, അവരുടെ വീടിന് സമീപത്തായിട്ട് ഒരു ചെറിയ തുണ്ട് ഭൂമി ഉണ്ടായിരുന്നു. ആൻഡ്രൂസ് വൈഫ് വുഡ് ഗ്രോ വെജിറ്റബിൾസ് ഓൺ ദിസ് ലാൻഡ്. ആൻഡ്രൂസ് വൈഫ്, ആൻഡ്രൂസിൻ്റെ വൈഫ് ഭാര്യ, വുഡ് ഗ്രോ, ഗ്രോ എന്നാൽ ഇവിടെ കൃഷി ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. വുഡ് ഗ്രോ കൃഷി ചെയ്യാറുണ്ടായിരുന്നു. വെജിറ്റബിൾസ് പച്ചക്കറികൾ, പച്ചക്കറി കൃഷി ചെയ്യാറുണ്ടായിരുന്നു. ഓൺ ദിസ് ലാൻഡ് ആ ഭൂമിയിൽ, ആ കൃഷിഭൂമിയിൽ, അവരുടെ വീടിന് സമീപത്തുള്ള കൃഷിഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പച്ചക്കറികൾ കൃഷി ചെയ്യാറുണ്ടായിരുന്നു. വൺസ് ദ ക്രോപ്പ് ഓഫ് വെജിറ്റബിൾസ് സീം ടു ബി ഫെയിലിംഗ്. വൺസ് ഒരിക്കൽ, ദ ക്രോപ്പ് ഓഫ് വെജിറ്റബിൾസ് പച്ചക്കറി വിളകൾ, സീം ടു ബി ഫെയിലിംഗ്, ഫെയിൽ എന്നാൽ നശിച്ചു പോകുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ തോറ്റുപോകുക, പരാജയപ്പെടുക, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ കൃഷി നല്ല രീതിയിൽ ഉണ്ടായില്ല എന്നുള്ള അർത്ഥമാണ്. സീം ടു ബി എന്നാൽ കാണപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. കണ്ടിട്ട് തോന്നുന്നത് അങ്ങനെയാണ്, കാണപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. ഫെയിലിംഗ് എങ്ങനെ നശിച്ചു പോയതായിട്ട്, നല്ല രീതിയിൽ കൃഷി ഉണ്ടാകാത്തതായിട്ട് കാണപ്പെട്ടു. പച്ചക്കറി വിളകൾ നല്ല രീതിയിൽ വളരാത്തതായിട്ട്, ഉണ്ടാകാത്തതായിട്ട് ഒരിക്കൽ കാണപ്പെട്ടു. ബട്ട് ഡ്യൂ ടു ഹെർ ലേബർ ദ ക്രോപ്പ് കുഡ് ബി സേവ്ഡ്. ദ ഫാമിലി ഫെൽറ്റ് ഹാപ്പി. ബട്ട് പക്ഷേ, ഡ്യൂ ടു ഹെർ ലേബർ, ലേബർ എന്നതിന് ഇവിടെ അർത്ഥം പരിശ്രമം എന്നുള്ള അർത്ഥമാണ്, തീവ്രമായ പരിശ്രമം. ബട്ട് ഡ്യൂ ടു ഹെർ ലേബർ പക്ഷേ അവളുടെ കഠിനമായിട്ടുള്ള പരിശ്രമം കാരണം, പരിശ്രമം കൊണ്ട് ദ ക്രോപ്പ് കുഡ് ബി സേവ് എന്നാൽ സംരക്ഷിക്കുക. ദ ക്രോപ്പ് കുഡ് ബി സേവ്ഡ് ആ വിളകളെ സംരക്ഷിക്കാൻ സാധിച്ചു. ദ ഫാമിലി ഫെൽറ്റ് ഹാപ്പി. ദ ഫാമിലി ഫെൽറ്റ് ഹാപ്പി കുടുംബത്തിന് സന്തോഷമായി, സന്തോഷം തോന്നി, ഇതൊക്കെയാണ് അർത്ഥം. ഫീൽ എന്നാൽ തോന്നുക, ഫെൽറ്റ് തോന്നി, ഫെൽറ്റ് ഹാപ്പി സന്തോഷം തോന്നി. വേറാസ് എന്നാൽ എന്നാൽ എന്നുള്ള അർത്ഥമാണ്. ദ വെജിറ്റബിൾ ക്രോപ്സ് ഹാഡ് സഫേർഡ് ബാഡ്ലി ഇൻ ദയർ വില്ലേജ്. ആ ഗ്രാമത്തിലെ പച്ചക്കറികൾക്ക് നന്നായിട്ട് ബാധയേറ്റു. അതായത് പച്ചക്കറികൾ ശരിക്കും വളർന്നില്ല, പച്ചക്കറികൾ വിളവെടുക്കാൻ സാധിച്ചില്ല എന്നുള്ള അർത്ഥമാണ്. ഇൻ ദയർ വില്ലേജ് അവരുടെ ഗ്രാമത്തിൽ. ബാഡ്ലി എന്നാൽ മോശമായിട്ട്, സഫർ എന്നാൽ ബാധിക്കുക, ഹാഡ് സഫേർഡ് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ്രൂ വുഡ് ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ടു ഗോ ടു ദ ഫീൽഡ്സ്. ആൻഡ്രൂ വുഡ് ഗെറ്റ് അപ്പ്, ആൻഡ്രൂ എഴുന്നേൽക്കാറുണ്ടായിരുന്നു. ഏർലി ഇൻ ദ മോർണിംഗ് അതിരാവിലെ, രാവിലെ നേരത്തെ എഴുന്നേൽക്കാറുണ്ടായിരുന്നു. ടു ഗോ ടു ദ ഫീൽഡ്സ് വയലുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആൻഡ്രൂ രാവിലെ നേരത്തെ എഴുന്നേൽക്കാറുണ്ടായിരുന്നു. ബട്ട് വൺ ഡേ വെൻ ഹി വെൻറ്റ് ടു സീ ഹിസ് വെജിറ്റബിൾ ഫീൽഡ്. ബട്ട് വൺ ഡേ പക്ഷേ ഒരു ദിവസം, വെൻ ഹി വെൻറ്റ് അദ്ദേഹം പോയ സമയത്ത്, ടു സീ നോക്കാൻ വേണ്ടിയിട്ട്, ഹിസ് വെജിറ്റബിൾ ഫീൽഡ് അദ്ദേഹത്തിൻ്റെ പച്ചക്കറി വളർത്തുന്ന കൃഷി സ്ഥലത്തേക്ക്, വയലിലേക്ക് അത് നോക്കാൻ വേണ്ടി പോയപ്പോൾ, ഹി സോ എ ഫോക്സ് റണ്ണിങ് ഔട്ട് ഓഫ് ഇറ്റ്. അദ്ദേഹം കണ്ടു, അദ്ദേഹം ആ വയലിലേക്ക് പച്ചക്കറികൾ നോക്കാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേൽക്കിട്ട് പോയ സമയത്ത്, അദ്ദേഹം കണ്ടു എ ഫോക്സ് ഒരു കുറുക്കനെ, റണ്ണിങ് ഔട്ട് ഓഫ് ഇറ്റ് അതിൽ നിന്നും, ആ വയലിൽ നിന്നും പുറത്തേക്ക് ഓടുന്നതായിട്ട് അദ്ദേഹം കണ്ടു. He found that the fox had spoiled many plants. Found എന്നാൽ കണ്ടെത്തി, കണ്ടു, ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹം കണ്ടെത്തി, that
എന്ത്? ദ ഫോക്സ് ഹാഡ് സ്പോയിൽഡ്. എന്താണ്? കുറുക്കൻ ഹാഡ് സ്പോയിൽഡ്. സ്പോയിൽ എന്നാൽ നശിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. ദ ഫോക്സ് ഹാഡ് സ്പോയിൽഡ്. കുറുക്കൻ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മെനി പ്ലാന്റ്സ്. ഒരുപാട് തണ്ടുകൾ, ഒരുപാട് ചെടികൾ, എന്താണ്? കൃഷിയുടെ ഒരുപാട് വൃക്ഷങ്ങൾ കുറുക്കൻ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം കണ്ടെത്തി. ഹി ഓൾസോ സോ ദാറ്റ് എ പംകിൻ വാസ് ലൈങ് ഹാഫ് ഈറ്റൺ ബൈ ദ ഫോക്സ്. ഹി ഓൾസോ സോ ദാറ്റ്. അദ്ദേഹം അതും കണ്ടു എന്നുള്ള അർത്ഥമാണ്. ഓൾസോ എന്നത് അതും എന്നുള്ള അർത്ഥമാണ്. ഹി ഓൾസോ സോ ദാറ്റ്. അദ്ദേഹം അതും കണ്ടു. എ പംകിൻ വാസ് ലൈങ് ഹാഫ് ഈറ്റൺ ബൈ ദ ഫോക്സ്. ഇതാണ് അദ്ദേഹം കണ്ടത്. പംകിൻ എന്നാൽ മത്തങ്ങ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ. ലൈങ് എന്നാൽ കിടക്കുക, താഴെ കിടക്കുക എന്നുള്ള അർത്ഥമാണ്. വാസ് ലൈങ് താഴെ കിടക്കുകയായിരുന്നു. ഹാഫ് ഈറ്റൺ. ഈറ്റൺ എന്നാൽ ഭക്ഷിച്ച എന്നുള്ള അർത്ഥം. ഹാഫ് ഈറ്റൺ. ഹാഫ് എന്നാൽ പകുതി. ഹാഫ് ഈറ്റൺ പകുതി ഭക്ഷിക്കപ്പെട്ട. എന്താണ്? ബൈ ദ ഫോക്സ് എന്നാൽ കുറുക്കനാൽ. അപ്പം എന്താണ് അർത്ഥം? അദ്ദേഹം അതുകൂടി കണ്ടു. എന്താണ്? പകുതി കുറുക്കനാൽ പകുതി ഭക്ഷിക്കപ്പെട്ട മത്തങ്ങ, അതും അദ്ദേഹം കണ്ടു. ആ മത്തങ്ങ കിടക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. He got annoyed and went home with that half-eaten pumpkin. He got annoyed. Annoy എന്നാൽ വിഷമിക്കുക, ബാധിക്കുക, അലട്ടുക, ഇതൊക്കെയാണ് അർത്ഥം. He got annoyed. അദ്ദേഹം വിഷമിച്ചു. And went home. എന്താണ്? അത് ആ മത്തങ്ങ അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തെ അത് വിഷമിപ്പിച്ചു. ആൻഡ് വെൻ ഹോം. അങ്ങനെ അദ്ദേഹം വെൻ ഹോം വീട്ടിലേക്ക് പോയി. വിത്ത് ദാറ്റ് ഹാഫ് ഈറ്റൺ പംകിൻ. വിത്ത് എന്നാൽ അതുമായിട്ട്, കൊണ്ട്, ഇതൊക്കെയാണ് അർത്ഥം. ദാറ്റ് ഹാഫ് ഈറ്റൺ പംകിൻ പകുതി ഭക്ഷിക്കപ്പെട്ട ആ മത്തങ്ങ, അതുമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. He showed it to his wife and told her about the fox in the field. He showed. ഷോ എന്നാൽ കാണിക്കുക എന്നുള്ള അർത്ഥമാണ്. He showed. അദ്ദേഹം കാണിച്ചു. ഇറ്റ് അത് ആ മത്തങ്ങ കാണിച്ചു. ടു ഹിസ് വൈഫ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ. He showed it to his wife. ആ മത്തങ്ങ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാണിച്ചു. ആൻഡ് ടോൾഡ് ഹെർ. കാണിച്ചുകൊണ്ട് പറഞ്ഞു. ടോൾഡ് എന്നാൽ പറഞ്ഞു. ഹെർ അവളോട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയോട്. എബൌട്ട് എന്നാൽ സംബന്ധിച്ച്, അതിനെപ്പറ്റി, ഇതൊക്കെയാണ് അർത്ഥം. എബൌട്ട് ദ ഫോക്സ് ഇൻ ദ ഫീൽഡ്. ആ വയലിൽ വെച്ച് ആ കുറുക്കനെ കണ്ട കാര്യം ആ മത്തങ്ങ ഭാര്യയ്ക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഹിസ് വൈഫ് ഹു ഹാഡ് ഡൺ ഹാർഡ് ലേബർ ഇൻ ദ ഫീൽഡ് ടു സേവ് ദ ക്രോപ്പ് ഫെൽറ്റ് വെരി അപ്സെറ്റ്. ഹിസ് വൈഫ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഹു ഹാഡ് ഡൺ. ഹു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പറ്റി പറയാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹു അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഹാഡ് ഡൺ ഹാർഡ് ലേബർ കഠിനമായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന, കഠിനമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഇൻ ദ ഫീൽഡ് വയലിൽ എന്താണ്? കഠിനമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ. ടു സേവ് ദ ക്രോപ്പ് ആ വിളകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? കഠിനമായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എന്താണ്? ഫെൽറ്റ് വെരി അപ്സെറ്റ്. ഫെൽറ്റ് വെരി അപ്സെറ്റ് എന്നാൽ വളരെ നന്നായിട്ട് ദുഃഖം തോന്നി എന്നുള്ള അർത്ഥമാണ്. ഫെൽറ്റ് എന്നാൽ തോന്നി, വെരി അപ്സെറ്റ് വളരെ നന്നായിട്ട് ദുഃഖം, വളരെ നന്നായിട്ട് ദുഃഖം തോന്നി. ഷീ സെഡ് ടു ഹെർ ഹസ്ബൻഡ് എ ലെസൺ ഹാസ് ടു ബി ടോട്ട് ടു ദാറ്റ് ഫോക്സ് ഫോർ സ്പോയിലിംഗ് അവർ വെജിറ്റബിൾസ്. ഷീ സെഡ് അവൾ പറഞ്ഞു. സെഡ് എന്നാൽ പറഞ്ഞു. ഷീ സെഡ് അവൾ പറഞ്ഞു. ടു ഹെർ ഹസ്ബൻഡ് അവളുടെ ഭർത്താവിനോട്. എ ലെസൺ ഹാസ് ടു ബി ടോട്ട് ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള അർത്ഥമാണ്. എ ലെസൺ എന്നാൽ ഒരു പാഠം. ഹാസ് ടു ബി ടോട്ട് എന്നാൽ പഠിപ്പിക്കണം, ഒരു പാഠം പഠിപ്പിക്കണം. ടു ദാറ്റ് ഫോക്സ് ആ കുറുക്കനെ. എന്തിന്? ഫോർ സ്പോയിലിംഗ് അവർ വെജിറ്റബിൾസ് നമ്മുടെ പച്ചക്കറികൾ നശിപ്പിച്ചതിന് ആ കുറുക്കനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു. ദിസ് ഇയർ the vegetable crops have already suffered. This year
ഈ വർഷം ദ വെജിറ്റബിൾ ക്രോപ്സ് ഹാവ് ഓൾറെഡി സഫേർഡ്. ദ വെജിറ്റബിൾ ക്രോപ്സ് പച്ചക്കറി വിളകൾക്ക് ഹാവ് ഓൾറെഡി സഫേർഡ് നിലവിൽ തന്നെ ദോഷം സംഭവിച്ചിട്ടുണ്ട്. ഓൾറെഡി എന്നാൽ നിലവിൽ തന്നെ എന്താണ് പച്ചക്കറി വിളകൾക്ക് ഈ വർഷം കേട് സംഭവിച്ചിട്ടുണ്ട്. ലെറ്റ്സ് പ്രിവെൻറ്റ് ദിസ് ഫോക്സ് അതർവൈസ് ഇറ്റ് വിൽ കം അഗെയിൻ ആൻഡ് അഗെയിൻ. ലെറ്റ്സ് പ്രിവെൻറ്റ് ദിസ് ഫോക്സ്, ഈ കുറുക്കനെ നമുക്ക് തടയാം എന്നുള്ള അർത്ഥമാണ്. പ്രിവെൻറ്റ് എന്നാൽ തടയുക, ഒഴിവാക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ലെറ്റ്സ് പ്രിവെൻറ്റ് ദിസ് ഫോക്സ്, നമുക്ക് ഈ കുറുക്കനെ ഒഴിവാക്കാം അല്ലെങ്കിൽ തടഞ്ഞു നിർത്താം, ഇതൊക്കെയാണ് അർത്ഥം. അതർവൈസ് എന്നാൽ അല്ലാത്ത പക്ഷം. ഇറ്റ് വിൽ കം അഗെയിൻ ആൻഡ് അഗെയിൻ. ഇറ്റ് വിൽ കം, ആ കുറുക്കൻ വിൽ കം വരും, അഗെയിൻ ആൻഡ് അഗെയിൻ വീണ്ടും എന്താണ് ആ കുറുക്കനെ നമുക്ക് തടയാം, അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം കുറുക്കൻ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. വി മസ്റ്റ് ഡു സംതിങ് ടു സേവ് ദ ക്രോപ്സ് ഫ്രം ദ ഫോക്സ്. വി മസ്റ്റ് ഡു, നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. മസ്റ്റ് എന്നാൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി തീർച്ചയായിട്ടും ചെയ്യണം എന്ന് പറയാനാണ് ഉപയോഗിക്കുക. കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം. യു മസ്റ്റ് ഗോ, നീ തീർച്ചയായിട്ടും പോകണം. വി മസ്റ്റ് കം, നമ്മൾ തീർച്ചയായിട്ടും വരണം, അതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ വി മസ്റ്റ് ഡു സംതിങ്, നമ്മൾ എന്തെങ്കിലും തീർച്ചയായിട്ടും ചെയ്യണം. ടു സേവ്, രക്ഷിക്കാൻ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ. ദ ക്രോപ്സ് ഫ്രം ദ ഫോക്സ്, എന്താണ് വിളകളെ, എന്താണ് ധാന്യങ്ങളെ, എന്താണ് പച്ചക്കറി ധാന്യങ്ങളെ ഒക്കെ എന്താണ് കുറുക്കനിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്യണം. ദ ഫാർമർ റിയലൈസ്ഡ് ദാറ്റ് ഹിസ് വൈഫ് വാസ് റൈറ്റ്. ദ ഫാർമർ റിയലൈസ് എന്നാൽ ഇവിടെ ബോധ്യമാവുക എന്നുള്ള അർത്ഥമാണ്. ദ ഫാർമർ റിയലൈസ്ഡ്, എന്താണ് ആ കർഷകന് ബോധ്യമായി, ദാറ്റ് ഹിസ് വൈഫ് വാസ് റൈറ്റ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നത് ശരിയാണ് എന്നുള്ളത് ആ കർഷകന് ബോധ്യമായി. ഇഫ് ദ ഫോക്സ് വാസ് നോട്ട് പനിഷ്ഡ്, പനിഷ് എന്നാൽ ശിക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ഇഫ് ദ ഫോക്സ് വാസ് നോട്ട് പനിഷ്ഡ്, കുറുക്കൻ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നാണ് അർത്ഥം. ഇഫ് ദ ഫോക്സ് വാസ് നോട്ട് പനിഷ്ഡ്, കുറുക്കൻ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ. ഇറ്റ് വുഡ് കണ്ടിന്യൂ ടു സ്പോയിൽ ദ ക്രോപ്സ്. ഇറ്റ് വുഡ് കണ്ടിന്യൂ, ഇറ്റ് എന്നാൽ ആ കുറുക്കൻ. വുഡ് കണ്ടിന്യൂ, തുടർന്നേക്കും. കണ്ടിന്യൂ എന്നാൽ തുടരുക. ഇറ്റ് വുഡ് കണ്ടിന്യൂ, അത് തുടർന്നേക്കും. ടു സ്പോയിൽ ദ ക്രോപ്സ്, എന്താണ് സ്പോയിൽ എന്നാൽ നശിപ്പിക്കുക, ക്രോപ്സ് വിളകൾ. ആ കുറുക്കൻ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആ വിളകൾ നശിപ്പിക്കുന്നത് തുടർന്നേക്കും. Then an idea occurred to the farmer. Then എന്നാൽ ശേഷം, ഉടനെ, ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെയാണ്. ആ സമയത്ത്, ഇതൊക്കെയാണ് അർത്ഥങ്ങൾ. ഓക്കെ, an idea ഒരു ആശയം. occur എന്നാൽ പെട്ടെന്ന് തോന്നുക, മനസ്സിൽ പെടുക, ഇതൊക്കെയാണ് അർത്ഥം. an idea occurred to the farmer, ആ കർഷകൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ആശയം തോന്നി, ആശയം ഉദിച്ചു. He took a bottle of kerosene oil and a rope and went towards the field to catch the fox. He took, അദ്ദേഹം എടുത്തു, a bottle ഒരു ബോട്ടിൽ എടുത്തു, ഓഫ് കെരോസിൻ എന്നാൽ മണ്ണെണ്ണ. കെരോസിൻ ബോട്ടിൽ ഓഫ് കെരോസിൻ എന്താണ് മണ്ണെണ്ണ, കെരോസിൻ ഓയിൽ മണ്ണെണ്ണ അടങ്ങിയിട്ടുള്ള ഒരു ബോട്ടിൽ അദ്ദേഹം എടുത്തു. ആൻഡ് എ റോപ്പ് എന്നാൽ കയറ്, അദ്ദേഹം ഒരു കയറും മണ്ണെണ്ണ അടങ്ങിയിട്ടുള്ള ഒരു ബോട്ടിലും എടുത്തു. ആൻഡ് വെൻറ്റ് എടുത്ത് പോയി. ടുവേർഡ്സ് ദ ഫീൽഡ്, ടുവേർഡ്സ് എന്നാൽ സമീപത്തേക്ക്, ലക്ഷ്യമാക്കി, നേർക്ക്, ഇതൊക്കെയാണ് അർത്ഥം. വെൻ ടുവേർഡ്സ് എന്താണ് ലക്ഷ്യമാക്കി പോയി. ദ ഫീൽഡ് ആ വയൽ ലക്ഷ്യമാക്കിയിട്ട് എന്താണ് പോയി. ടു ക്യാച്ച് ദ ഫോക്സ്, എന്തിനാണ് പോയത്? ടു ക്യാച്ച് പിടികൂടാൻ, ദ ഫോക്സ് ആ കുറുക്കനെ പിടികൂടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ മണ്ണെണ്ണ അടങ്ങിയിട്ടുള്ള ബോട്ടിലും കയറും ആയിട്ട് അദ്ദേഹം ആ കൃഷിസ്ഥലത്തേക്ക് പോയി.
ഓൺ ദ വേ സഡൻലി ഹി സോ ദ ഫോക്സ് ഗോയിങ് ടുവേർഡ്സ് ദ ഫീൽഡ്. ഓൺ ദ വേ വഴിയിൽ വെച്ച്, പോകുന്ന വഴിയിൽ വെച്ച്, സഡൻലി പെട്ടെന്ന്, ഹി സോ അദ്ദേഹം കണ്ടു, ദ ഫോക്സ് കുറുക്കനെ കണ്ടു. എങ്ങനെയാണ് കുറുക്കനെ കണ്ടത്? ദ ഫോക്സ് ഗോയിങ് ടുവേർഡ്സ് ദ ഫീൽഡ്, എന്താണ് ആ വയലിലേക്ക് കുറുക്കൻ വയൽ ലക്ഷ്യമാക്കിയിട്ട് കുറുക്കൻ പോകുന്നതായിട്ട് അദ്ദേഹം പെട്ടെന്ന് കണ്ടു. ഇറ്റ് ഹിഡ് ഇറ്റ് സെൽഫ് ബിഹൈൻഡ് ദ ബുഷസ്. ഇറ്റ് ഹിഡ് ഇറ്റ് സെൽഫ്, അത് ഒളിച്ചു, ആ കുറുക്കൻ ഒളിച്ചിരുന്നു. ബിഹൈൻഡ് ദ ബുഷസ്, ബിഹൈൻഡ് എന്നാൽ പിറകിലായിട്ട് എന്നുള്ള അർത്ഥമാണ്. ദ ബുഷസ് എന്നാൽ കാടുകൾക്ക് പുറകിലായിട്ട് എന്താണ് കുറുക്കൻ ഒളിച്ചിരുന്നു. ആൻഡ്രൂ കുഡ് സീ ഇറ്റ് ആൻഡ് റീച്ച്ഡ് ബിഹൈൻഡ് ഇറ്റ് വിത്ത് ലൈറ്റ് സ്റ്റെപ്സ്. ആൻഡ്രൂ കുഡ് സീ എന്നാൽ കുഡ് എന്നാൽ സാധിച്ചു എന്നുള്ള അർത്ഥമാണ്. സി കാണാൻ, ആൻഡ്രൂ കുഡ് സീ, ആൻഡ്രൂവിന് കാണാൻ സാധിച്ചു, ഇറ്റ് അതിനെ, ആ കുറുക്കനെ കാണാൻ സാധിച്ചു. ആൻഡ് റീച്ച്ഡ് ബിഹൈൻഡ് ഇറ്റ്, അതിന് പിറകിലേക്ക് എത്തിച്ചേർന്നു. റീച്ച്ഡ് എന്നാൽ എത്തിച്ചേർന്നു. ബിഹൈൻഡ് ഇറ്റ് അതിന് പിറകിലേക്ക് എത്തിച്ചേർന്നു. വിത്ത് ലൈറ്റ് സ്റ്റെപ്സ്, ലൈറ്റ് എന്നാൽ മൃദുവായ എന്നുള്ള അർത്ഥമാണ്. സ്റ്റെപ്സ് എന്നാൽ കാലടികൾ, മൃദുവായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കാത്ത രൂപത്തിൽ, എന്താണ് ശബ്ദമില്ലാതെ അദ്ദേഹം മൃദുവായിട്ട് ആ കുറുക്കന് പിറകെയായിട്ട് എത്തിച്ചേർന്നു. ഹി ക്വിക്ക്ലി കോട്ട് ഇറ്റ്സ് ടെയിൽ ആൻഡ് പുൾഡ് ഇറ്റ് ഔട്ട് ഓഫ് ദ ബുഷസ്. ഹി ക്വിക്ക്ലി, അദ്ദേഹം ക്വിക്ക്ലി എന്നാൽ പെട്ടെന്ന്, കോട്ട് എന്നാൽ പിടികൂടി, ക്യാച്ച് എന്നാൽ പിടിക്കുക, കോട്ട് പിടിച്ചു. ഇറ്റ്സ് ടെയിൽ, ഇറ്റ്സ് എന്നാൽ അതിൻ്റെ, കുറുക്കൻ്റെ, ടെയിൽ എന്നാൽ വാല് പിടികൂ. പുൾ ഔട്ട് എന്നാൽ വലിച്ച് പുറത്തെടുക്കുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അദ്ദേഹം പെട്ടെന്ന് ആ പിടികൂടി, കുറുക്കൻ്റെ വാലിൽ പിടികൂടി. ആൻഡ് പുൾഡ് ഇറ്റ് ഔട്ട്, അതിനെ പുറത്തേക്ക് വലിച്ചെടുത്തു. പുൾഡ് ഇറ്റ് ഔട്ട് ഓഫ് ദ ബുഷസ്, എന്താണ് ആ കാടുകൾക്കുള്ളിൽ നിന്നും കുറുക്കനെ പുറത്തേക്ക് വലിച്ചെടുത്തു. ദെൻ ഹി റാപ്ഡ് ദ റോപ്പ് അറൗണ്ട് ഇറ്റ്സ് ടെയിൽ ആൻഡ് സ്പ്രിങ്കിൾഡ് കെരോസിൻ ഓയിൽ ഓൺ ഇറ്റ്. ദെൻ ഹി റാപ്പ് ചുറ്റിക്കെട്ടുക, പൊതിയുക, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ ചുറ്റിക്കെട്ടി എന്നുള്ള അർത്ഥമാണ്. ഹി റാപ്ഡ് അദ്ദേഹം ചുറ്റിക്കെട്ടി, ദ റോപ്പ് കയറ്, എറൗണ്ട് ഇറ്റ്സ് ടെയിൽ അതിൻ്റെ വാലിൻ്റെ ചുറ്റുപാടും അദ്ദേഹം എന്താണ് ആ കയറ് കൊണ്ട് കൂട്ടിക്കെട്ടി. ആൻഡ് സ്പ്രിങ്കിൾ എന്നാൽ തളിക്കുക, വിതറുക, നനയിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ നനയിച്ചു എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹം ആ കുറുക്കൻ്റെ വാല് നനയിച്ചു. കെരോസിൻ ഓയിൽ എന്താണ് മണ്ണെണ്ണ നനച്ചു. ഓൺ ഇറ്റ് അതിന്മേൽ, ആ വാലിന്മേൽ എന്താണ് അദ്ദേഹം മണ്ണെണ്ണ നനയിച്ചു. ഹി ടുക്ക് എ മാച്ച് ബോക്സ് ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ് ആൻഡ് ലിറ്റ് ദ ഫയർ ഓൺ ഹെർ ടെയിൽ. ഹി ടുക്ക് അദ്ദേഹം എടുത്തു. എ മാച്ച് ബോക്സ് എന്നാൽ തീപ്പെട്ടി, അദ്ദേഹം ഒരു തീപ്പെട്ടി എടുത്തു. ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ് അദ്ദേഹത്തിൻ്റെ കീശയിൽ നിന്നും അദ്ദേഹം ഒരു തീപ്പെട്ടി പുറത്തെടുത്തു. ആൻഡ് ലിറ്റ് ദ ഫയർ ഓൺ ഹെർ ടെയിൽ. ലിറ്റ് ദ ഫയർ, ലിറ്റ് എന്നാൽ കത്തിച്ചു എന്നാണ് അർത്ഥം. ദ ഫയർ എന്നാൽ തീ. ആൻഡ് ലിറ്റ് ദ ഫയർ അദ്ദേഹം എന്താണ് ഒരു തീപ്പെട്ടി അദ്ദേഹത്തിൻ്റെ കീശയിൽ നിന്നും പുറത്തെടുത്ത് തീ കത്തിച്ചു. എവിടെ? ഓൺ ഹെർ ടെയിൽ അവളുടെ, ആ കുറുക്കൻ്റെ ടെയിൽ, ആ വാലിൽ തീ കത്തിച്ചു. ദ ഫ്ലെയിംസ് ഓഫ് ഫയർ റൈസ്ഡ് ഹൈ. ദ ഫോക്സ് ബിഗാൻ ടു ക്രൈ വിത്ത് പെയിൻ. ദ ഫ്ലെയിം എന്നാൽ തീജ്വാല. ദ ഫ്ലെയിംസ് തീജ്വാലകൾ. ദ ഫ്ലെയിംസ് ഓഫ് ദ ഫയർ തീജ്വാലകൾ. റൈസ്ഡ് ഉയർന്നു. ഹൈ ഉയരത്ത്, എന്താണ് നന്നായിട്ട് ഉയർന്നു, നന്നായിട്ട് കത്തിയെന്ന് അർത്ഥം. ദ ഫോക്സ് ബിഗാൻ ടു ക്രൈ. ദ ഫോക്സ് കുറുക്കൻ. ബിഗാൻ എന്നാൽ ആരംഭിച്ചു. ടു ക്രൈ കരയാൻ ആരംഭിച്ചു. വിത്ത് പെയിൻ വേദന കൊണ്ട് കുറുക്കൻ കരയാൻ ആരംഭിച്ചു. The fox knew that its end was near. The fox knew കുറുക്കന് മനസ്സിലായി that its end was near അവൻ്റെ end എന്നാൽ അവസാനം, was near
അവൻ്റെ അവസാനം അടുത്താണ്, അവസാനമായി എന്നുള്ളത് അവന് മനസ്സിലായി. ദ ഫോക്സ് വാസ് അസ്റ്റോണിഷ്ഡ് ആസ് ടു വൈ ഇറ്റ് വാസ് ബീങ് പണിഷ്ഡ് സോ സിവിയർലി. ദ ഫോക്സ് വാസ് അസ്റ്റോണിഷ്ഡ് എന്താണ്? കുറുക്കൻ അമ്പരന്നു. ആസ് ടു വൈ ഇറ്റ് വാസ് ബീങ് പണിഷ്ഡ് സോ സിവിയർലി. സിവിയർലി എന്നാൽ കഠിനമായി എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ആസ് എന്നാൽ ഇതുപോലെ, പോലെ എന്നുള്ള അർത്ഥമാണ്. ബീയിങ് പണിഷ്ഡ് എന്നാൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കുറുക്കൻ അമ്പരന്നു എന്താണ്? എന്തുകൊണ്ടാണ് ഇതുപോലെ ക്രൂരമായിട്ട് കഠിനമായിട്ട് ശിക്ഷിക്കപ്പെടുന്നത്? ഇതോർത്ത് കുറുക്കൻ അമ്പരന്നു. ദ ഫോക്സ് വാസ് വെരി ക്ലവർ. ക്ലവർ എന്നാൽ ബുദ്ധിമാനായ, കൗശലമുള്ള, ഇതൊക്കെയാണ് അർത്ഥം. ദ ഫോക്സ് വാസ് വെരി ക്ലവർ. ആ കുറുക്കൻ വളരെ ബുദ്ധിമാനായിരുന്നു. ഇറ്റ് ഡിസൈഡഡ് ടു അവെഞ്ച് ദിസ് ക്രൂവൽറ്റി ഓഫ് ദ ഫാർമർ. ഇറ്റ് ഡിസൈഡഡ് ആ കുറുക്കൻ ഡിസൈഡഡ് തീരുമാനിച്ചു. ടു അവെഞ്ച്. അവെഞ്ച് എന്നാൽ പകരം വീട്ടുക, പ്രതികാരം ചെയ്യുക, ഇതാണ് അർത്ഥം. ഇറ്റ് ഡിസൈഡഡ് ടു അവെഞ്ച്. ആ കുറുക്കൻ എന്താണ്? പക വീട്ടാൻ, പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. ദിസ് ക്രൂവൽറ്റി ഓഫ് ദ ഫാർമർ. ഈ ക്രൂരതക്ക്, ആ കർഷകൻ്റെ ഈ ക്രൂരതക്ക് എന്താണ്? പ്രതികാരം ചെയ്യാൻ കുറുക്കൻ തീരുമാനിച്ചു. ക്രൂവൽറ്റി മൃഗീയത, ക്രൂരകർമ്മം. അവെഞ്ച് പ്രതികാരം ചെയ്യുക. ഡിസൈഡഡ് തീരുമാനിച്ചു. ദ ഫാർമേഴ്സ് ഫീൽഡ് ഓഫ് വീറ്റ് വാസ് റെഡി ഫോർ ഹാർവെസ്റ്റിംഗ്. ദ ഫാർമേഴ്സ് ഫീൽഡ് കർഷകൻ്റെ വയൽ. ദ ഫാർമേഴ്സ് ഫീൽഡ് ഓഫ് വീറ്റ് കർഷകൻ്റെ ഗോതമ്പ് വയൽ. വീറ്റ് എന്നാൽ ഗോതമ്പ്, ധാന്യം, ഇതൊക്കെയാണ് അർത്ഥം. ആ വയൽ വാസ് റെഡി ഫോർ ഹാർവെസ്റ്റിംഗ്. റെഡി എന്നാൽ ഇവിടെ തയ്യാറായിരിക്കുക എന്നുള്ള അർത്ഥമാണ്. ഫോർ ഹാർവെസ്റ്റിംഗ് വിളവെടുപ്പിന്. ആ കർഷകൻ്റെ ഗോതമ്പ് വയൽ, ഗോതമ്പ് നിറഞ്ഞിട്ടുള്ള വയൽ വിളവെടുക്കാൻ തയ്യാറായിരിക്കുകയായിരുന്നു. റെഡി ഫോർ ഹാർവെസ്റ്റിംഗ് എന്നാൽ വിളവെടുപ്പിന് പാകമായിരുന്നു, ഇതൊക്കെയാണ് അർത്ഥം. ദ ഫോക്സ് തോട്ട് ടു ബേൺ ദ ക്രോപ്പ് ബൈ റണ്ണിങ് അറൗണ്ട് ദ ഫീൽഡ് വിത്ത് ഇറ്റ്സ് ബേണിംഗ് ടെയിൽ. ദ ഫോക്സ് തോട്ട് കുറുക്കൻ കരുതി അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചു. എന്തിന്? ടു ബേൺ ദ ക്രോപ്പ്. ടു ബേൺ എന്നാൽ കത്തിക്കുക. ടു ബേൺ കത്തിക്കാൻ. ദ ക്രോപ്പ് വിളകൾ. ആ വിളകൾ കത്തിക്കാൻ കുറുക്കൻ തീരുമാനിച്ചു, മനസ്സിൽ വിചാരിച്ചു. ബൈ റണ്ണിങ് ഓടിക്കൊണ്ട്. എറൗണ്ട് ദ ഫീൽഡ്. ആ എറൗണ്ട് എന്ന ചുറ്റുപാടും. ആ വയലിന് ചുറ്റുപാടും ഓടിക്കൊണ്ട് ആ വിളകൾ കത്തിക്കാൻ കുറുക്കൻ തീരുമാനിച്ചു. വിത്ത് ഇറ്റ്സ് ബേണിംഗ് ടെയിൽ. അതിൻ്റെ ആ കുറുക്കൻ്റെ ബേണിംഗ് ടെയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന വാല്. ആ വാല് കൊണ്ട് ചുറ്റുപാടും ആ വയലിലൂടെ ഓടിയിട്ട് ആ വിളകൾ കത്തിക്കാൻ അവൻ തീരുമാനിച്ചു, അതിനെപ്പറ്റി ചിന്തിച്ചു. ദ ഫോക്സ് റഷ് ഇൻ ടു ദ ഫീൽഡ് ആൻഡ് റാൻ അറൗണ്ട്. ദ ഫോക്സ് കുറുക്കൻ റഷ് ഇൻ ടു ദ ഫീൽഡ് എന്താണ്? വയലിലേക്ക് ധൃതിയിൽ. റഷ് ടു എന്നാൽ പെട്ടെന്ന്, ധൃതിയിൽ എന്നൊക്കെയുള്ള അർത്ഥമാണ്. വയലിലേക്ക് പെട്ടെന്ന് ഓടി. ആൻഡ് റാൻ അറൗണ്ട് അങ്ങനെ വയലിലേക്ക് പെട്ടെന്ന് എത്തിയിട്ട് റാൻ അറൗണ്ട് ചുറ്റുപാടും ഓടി. വയലിൽ ചുറ്റുപാടുമായിട്ട് ഓടി. റാൻ എന്നാൽ ഓടി, റൺ ഓടുക, റാൻ ഓടി, അറൗണ്ട് ചുറ്റുപാടും, വയലിൽ ചുറ്റുപാടുമായിട്ട് ഓടി. ദ ക്രോപ്പ് ബിഗാൻ ടു ബേൺ ആൻഡ് സൂൺ ഇറ്റ് വാസ് ബേൺ ടു ആഷസ്. ദ ക്രോപ്പ് വിളകൾ, ബിഗാൻ ടു ബേൺ ബിഗാൻ ആരംഭിച്ചു, ടു ബേൺ കത്താൻ, വിളകൾ കത്താൻ ആരംഭിച്ചു. സൂൺ ഇറ്റ് വാസ് ബേൺ ടു ആഷസ്. സൂൺ പെട്ടെന്ന്, ഇറ്റ് വാസ് ബേൺ ടു ആഷസ്. ബേൺ ടു ആഷസ് എന്നാൽ കത്തിച്ചാമ്പലായി എന്നുള്ള അർത്ഥമാണ്. ആ വിളകൾ പെട്ടെന്ന് തന്നെ കത്തിച്ചാമ്പലായി. ദ ഫോക്സ് വാസ് ഡെഡ് ടു. കുറുക്കനും മരണപ്പെട്ടു. ബട്ട് ഇറ്റ് ഹാഡ് ടേക്കൺ ഇറ്റ്സ് റിവെഞ്ച്. ബട്ട് ഇറ്റ് ഹാഡ് ടേക്കൺ ഇറ്റ്സ് റിവെഞ്ച്. റിവെഞ്ച് എന്നാൽ പ്രതികാരം. പക്ഷേ ഇറ്റ് ഹാഡ് ടേക്കൺ ഇറ്റ്സ് റിവെഞ്ച്, അത് ആ കുറുക്കൻ അതിൻ്റെ പ്രതികാരം ചെയ്തിട്ടുണ്ടായിരുന്നു.
The farmer began to weep at seeing his crop of wheat burn to ashes. The farmer began, കർഷകൻ began, ആരംഭിച്ചു, to weep. weep എന്നാൽ കരയുക എന്നാണ് അർത്ഥം. The farmer began to weep. ആ കർഷകൻ കരയാൻ ആരംഭിച്ചു. at seeing, കണ്ടുകൊണ്ട്, കണ്ടതിൽ എന്താണ്, his crop of wheat burn to ashes. ഹിസ് ക്രോപ്പ്, അദ്ദേഹത്തിൻ്റെ വിളകൾ, ഹിസ് ക്രോപ്പ് ഓഫ് വീറ്റ്, അദ്ദേഹത്തിൻ്റെ ഗോതമ്പ് വിളകൾ, ബേൺ ടു ആഷസ്, എന്താണ്, കത്തിച്ചാമ്പലായി. ഇത് കണ്ടുകൊണ്ട് അദ്ദേഹം കരയാൻ. ദ ക്രോപ്പ് ഡിസ്ട്രോയിഡ് ഇൻ എ ഫയർ കുഡ് ബ്രിങ് ഗുഡ് പ്രോഫിറ്റ്. ദ ക്രോപ്പ് ഡിസ്ട്രോയിഡ്, നശിപ്പിക്കപ്പെട്ട. ദ ക്രോപ്പ് ഡിസ്ട്രോയിഡ്, എന്താണ്, വിളകൾ നശിപ്പിക്കപ്പെട്ടു, വിളകൾ നശിച്ചു. ആ നശിക്കപ്പെട്ട വിളകൾ, ഇൻ എ ഫയർ, ഒരു തീയിൽ നശിപ്പിക്കപ്പെട്ട വിളകൾ, കുഡ് ബ്രിങ് ഗുഡ് പ്രോഫിറ്റ്. എന്താണ്, കുഡ് എന്നാൽ സാധിക്കുമായിരുന്നു എന്നുള്ള അർത്ഥമാണ്. ബ്രിങ് എന്നാൽ കൊണ്ടുവരിക, പ്രോഫിറ്റ് എന്നാൽ ലാഭം, ഗുഡ് പ്രോഫിറ്റ് നല്ല ലാഭം. ആ നശിച്ചു പോയ വിളകൾക്ക് നല്ല ലാഭം കൊണ്ടുവരാൻ സാധിക്കും. ബട്ട് ഇറ്റ് വാസ് ഡിസ്ട്രോയിഡ് ഫോർ എ പംകിൻ ഓൺലി. ആ നല്ല ലാഭം കൊണ്ടുവരാൻ സാധിക്കുമായിരുന്ന, എന്താണ്, ധാന്യങ്ങൾ, വിളകൾ, എന്താണ്, ബട്ട് പക്ഷേ, ഇറ്റ് വാസ് ഡിസ്ട്രോയിഡ്, അത് നശിപ്പിക്കപ്പെട്ടു, ഫോർ എ പംകിൻ ഓൺലി, ഒരു മത്തങ്ങയുടെ കാരണം കൊണ്ട് മാത്രം അത് നല്ല ലാഭം കൊണ്ടുവരാൻ സാധിക്കുമായിരുന്ന, എന്താണ്, വിളകൾ നശിപ്പിക്കപ്പെട്ടു, നശിച്ചുപോയി. He realized from his blunder that he was too cruel to the. He realized, അദ്ദേഹത്തിന് ബോധ്യമായി, ഫ്രം ഹിസ് ബ്ലണ്ടർ. ബ്ലണ്ടർ എന്നാൽ മണ്ടത്തരം, അബദ്ധം, ഇതാണ് അർത്ഥം. ഹി റിയലൈസ്ഡ് ഫ്രം ഹിസ് ബ്ലണ്ടർ, അദ്ദേഹത്തിൻ്റെ മണ്ടത്തരത്തിൽ നിന്നും അദ്ദേഹത്തിന് ബോധ്യമായി. ദാറ്റ്, അത് എന്താണ് ബോധ്യമായത്? ഹി വാസ് ടു ക്രൂവൽ ടു ദ ഫോക്സ്, അദ്ദേഹം ആ കുറുക്കനോട് വളരെ ക്രൂരത കാണിച്ചു എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അദ്ദേഹം കാണിച്ചിട്ടുണ്ടായിരുന്നത് വളരെ ക്രൂരതയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി, അദ്ദേഹത്തിൻ്റെ മണ്ടത്തരത്തിൽ നിന്നും. ഹി ഷുഡ് നോട്ട് ഹാവ് പനിഷ്ഡ് ഇറ്റ് സോ സിവിയർലി. ഹി ഷുഡ് നോട്ട് ഹാവ് പനിഷ്ഡ്, അദ്ദേഹം ശിക്ഷിക്കാൻ പാടില്ലായിരുന്നു, ഇറ്റ്, അതിനെ, ആ കുറുക്കനെ, സോ സിവിയർലി, എന്താണ്, ക്രൂരമായിട്ട്, കഠിനമായിട്ട് അദ്ദേഹം ആ കുറുക്കനെ ശിക്ഷിക്കാൻ പാടില്ലായിരുന്നു. ഇത് അദ്ദേഹത്തിന് ബോധ്യമായി. ഹി ഷുഡ് നോട്ട് ഹാവ് പനിഷ്ഡ്, അദ്ദേഹം ശിക്ഷിക്കാൻ പാടില്ലായിരുന്നു. സിവിയർലി എന്നാൽ കഠിനമായിട്ട്, സോ സിവിയർലി, അത്ര കഠിനമായിട്ട്. ഷുഡ് ഹാവ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. ഇതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് പഠിക്കാം, കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ. യു ഷുഡ് ഹാവ് കോൾഡ് മീ, നീ എന്നെ വിളിക്കണമായിരുന്നു. യു ഷുഡ് ഹാവ് കോൾഡ് മീ, നീ എന്നെ വിളിക്കണമായിരുന്നു. ഇവിടെ എല്ലാ സമയത്തും ഹാവ് എന്നതിന് ശേഷം ക്രിയയുടെ മൂന്നാമത്തെ രൂപമായിരിക്കും ഉപയോഗിക്കുക. കോൾഡ്, മൂന്നാമത്തെ രൂപവും കോൾഡ് എന്നാണ്. അപ്പോൾ എന്താണ്, ഹാവിന് ശേഷം കോൾഡ്, മൂന്നാമത്തെ രൂപമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. യു ഷുഡ് ഹാവ് കോൾഡ് മീ, നീ എന്നെ വിളിക്കണമായിരുന്നു. നീ അവനോട് പറയണമായിരുന്നു. യു ഷുഡ് ഹാവ് ടോൾഡ് ഹിം. യു ഷുഡ് ഹാവ് ടോൾഡ് ഹിം, നീ അവനോട് പറയണമായിരുന്നു. നീ അത് കൊണ്ടുവരണമായിരുന്നു. ബ്രിങ്, ബ്രോട്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പറയുക? നീ അത് കൊണ്ടുവരണമായിരുന്നു. യു ഷുഡ് ഹാവ് ബ്രോട്ട് ദാറ്റ്. യു ഷുഡ് ഹാവ് ബ്രോട്ട് ദാറ്റ്. ബ്രിങ്, കൊണ്ടുവരിക. ബ്രോട്ട്. ഇനി നേരത്തെ പറഞ്ഞതിൻ്റെ യു ഷുഡ് ഹാവ് കോൾഡ് മീ, നീ എന്നെ വിളിക്കണമായിരുന്നു, ഇതിൻ്റെ നെഗറ്റീവ് വിളിക്കരുതായിരുന്നു എന്ന് പറയാൻ എങ്ങനെയാണ് ഇത് പറയുക? യു ഷുഡിൻറ്റ് ഹാവ് കോൾഡ് മീ, അല്ലെങ്കിൽ യു ഷുഡ് നോട്ട് ഹാവ് കോൾഡ് മീ, രണ്ടും പറയാവുന്നതാണ്. ഓക്കെ, നീ എന്നെ വിളിക്കരുതായിരുന്നു. യു ഷുഡിൻറ്റ് ഹാവ് കോൾഡ് മീ. നീ പോകരുതായിരുന്നു. യു ഷുഡിൻറ്റ് ഹാവ് ഗോൺ. നീ പോകണമായിരുന്നു. യു ഷുഡ് ഹാവ് ഗോൺ. എന്താണ് മൂന്നാമത്തെ രൂപം? ഗോ, വെൻറ്റ്, ഗോൺ. യു ഷുഡ് ഹാവ് ഗോൺ. നീ പോകണമായിരുന്നു. നമ്മൾ പോകണമായിരുന്നു. വി ഷുഡ് ഹാവ് ഗോൺ. നമ്മൾ പോകരുതായിരുന്നു. വി ഷുഡിൻറ്റ് ഹാവ് ഗോൺ.
ഓക്കെ. നമ്മൾ എടുക്കണമായിരുന്നു, വി ഷുഡ് ഹാവ് ടേക്കൺ. ടേക്ക്, ടുക്ക്, ടേക്കൺ. ഓക്കെ, മൂന്നാമത്തെ രൂപം ടേക്കൺ. വി ഷുഡ് ഹാവ് ടേക്കൺ. നമ്മൾ എടുക്കണമായിരുന്നു. നമ്മൾ എടുക്കരുതായിരുന്നു, വി ഷുഡ് നോട്ട് ഹാവ് ടേക്കൺ. വി ഷുഡിൻറ്റ് ഹാവ് ടേക്കൺ. നമ്മൾ എടുക്കരുതായിരുന്നു, വി ഷുഡിൻറ്റ് ഹാവ് ടേക്കൺ.